പ്രോജക്റ്റുകൾ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അതിനൊക്കെ ഭാഗമായിട്ടായിരിക്കും ഇത് ഈ കുട്ടി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. റിയലി അല്ല, ഇദ്ദേഹം അതിൻ്റെ ആവില്ല. കാരണം ഇദ്ദേഹം ഞാൻ മദ്രാസിലുള്ളപ്പോൾ തന്നെ എന്നോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ എനിക്ക് സിനിമയുടെ കഥ എഴുതാനോ, ഒന്നാമത് ഈ ഒരു സാധനം എങ്ങനെയാണ് ഞാൻ സിനിമയുടെ കഥയൊക്കെ, ഇത് വലിയൊരു ശാസ്ത്രമല്ലേ, ഇതെങ്ങനെ സിനിമ കഥയൊക്കെ, അതിന് അവർക്ക് വേറെ സാധനങ്ങളൊക്കെ വേണ്ടിയിരിക്കും. അതൊക്കെ എങ്ങനെയാണ് ഡോക്യുമെൻ്ററി. എനിക്കത് അതുകൊണ്ട് ഞാൻ വർഷങ്ങളായ ആ കുട്ടി അതിന് വേണ്ടി നടക്കണം. ഇപ്രാവശ്യം പറഞ്ഞു എന്തായാലും ചെയ്തു തരണം, വേറെ ആർക്കും അത് ചെയ്തു തരാനുള്ള ഇതില്ല. കാരണം ആ ശാസ്ത്രം തെറ്റരുതല്ലോ. അറിയില്ല, എന്താവട്ടെ, ഒരു നല്ല കാര്യമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ഞാൻ എഴുതി തരാം, സിനിമയുടെ രൂപത്തിലേക്കൊക്കെ നിങ്ങളാക്ക്. കാരണം എനിക്ക് അറിയാത്തൊരു മേഖലയാണ് സിനിമയാക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു രൂപം ഉണ്ടല്ലോ. അതെ, സ്ക്രിപ്റ്റ് അവർക്ക് ചേർക്കാമല്ലോ. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പം 3D അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവിടെയൊക്കെ മാത്തമാറ്റിക്സ് വരുന്നുണ്ടല്ലോ, ഗാർഗിയുടെയൊക്കെ ഇതിൽ. അത് നമുക്ക് ആ രംഗങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇതിനെ എങ്ങനെ അതിലേക്ക് ചേർക്കുന്ന അവർ ചെയ്യണം. ഞാനൊരു 10-12 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കുട്ടി വരുമ്പോൾ അത് കൊടുക്കുകയല്ലേ വേണ്ടു. അങ്ങനെ ആക്ച്വലി മകൻ ബോംബെയിൽ തറവാട്ടിൽ ആരുമില്ല. തറവാടൊക്കെ വിറ്റുപോയി. തറവാട് ഇപ്പം കുന്നത്തൂർ മന ആയുർവേദ റിസോർട്ടാണ്. ഒന്നുമില്ല നമുക്ക് അവിടെ. അശോകനും ഭാര്യയും തൊട്ട വീട്ടിൽ അവർക്ക് വേറൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് അവരുണ്ടായിരുന്നത്. ഇപ്പം അശോകനും ഇല്ലല്ലോ, ഭാര്യയുണ്ട്. നമ്മുടെ വീടൊക്കെ വിറ്റുപോയി. എത്രയോ കാലമായി, 2000 ആ വീട് വിറ്റിട്ടല്ലേ ഞാൻ മദ്രാസിലേക്ക് പോയി. ഞാൻ അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു. പുണ്യന്മാരുടെ ഞാൻ 97 അവിടെയുള്ള വീട്ടിൽ വന്നായിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ഞാൻ രജിത് കുമാർ, സംഘത്തിന്റെ പ്രചാരകാരനാണ്. രജിത് കുമാർ. തൊടുപുഴയാണ്. ആ പിന്നില് നമ്മുടെ വീടിന്റെ ബാക്കിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതാ നിങ്ങൾ ഉണ്ടായിരുന്നല്ലേ? അത് ഞാൻ വന്നപ്പോ എടുത്ത. അതൊക്കെ വിറ്റുപോയി. അയ്യോ, എൻ്റെ മകൻ ഡോക്ടറല്ല. അവനും ആദ്യമേ ഡോക്ടറാവാൻ താല്പര്യമില്ല. അവൻ ഡോക്ടറൊന്നുമില്ല. അവൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പിന്നെ സ്പോർട്സ് ജേർണലിസം, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അതർ തിങ്സ്. അത് അവനാദ്യമേ അങ്ങനെ. അവന് ഡോക്ടർമാരുടെ ജോബൊന്നും ഇഷ്ടമില്ല. അവൻ പറയും നിങ്ങൾ രണ്ടാളും ഇങ്ങനെ രാപ്പകലില്ലാണ്ട് ഓടി നടന്ന് കഷ്ടപ്പെടുന്നത്, ഞാനത് എടുക്കുന്നില്ലേക്ക് വേണ്ട. അവൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് എടുത്തത്. MA എടുത്തു, പിന്നെ MPhil എടുത്തു, പിന്നെ സ്പോർട്സിൻ്റെ ഇതിൽ PhD എടുക്കാനായി. എനിക്ക് എന്താ പക്ഷെ ആരും ഓർമ്മയില്ല. പരമേശ്വർജി ഓർമ്മയുണ്ട്. ഇതെന്താണെന്നറിയോ, എനിക്ക് എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, ഞാനിങ്ങനെ സംസാരിക്കും, ആളുടെ മുഖമൊക്കെ അപ്പോൾ പേര് ഓർമ്മ വയ്ക്കില്ലേ ഞാൻ. അതെൻ്റെ മകനും എപ്പോഴും പറയാറുണ്ട് എന്നോട്. അമ്മയ്ക്കും ആളുകളുടെ പേര് ഓർമ്മ വയ്ക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ കാണുമ്പോൾ അപ്പം ആ ഒരു അമ്മ ഓർമ്മ വയ്ക്കില്ല. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് വീട്ടിൽ ചെറിയ കുട്ടിയാകുമ്പോഴേ ഞാൻ അങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ആലോചിക്കുക, പാവം, ഞങ്ങൾ വല്ല ഷോപ്പിങ്ങിനോ എന്തിനെങ്കിലുമൊക്കെ മിഠായി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പരിചയക്കാർ വരുന്നുണ്ടാ, അദ്ദേഹമുള്ള കാലത്ത് എന്നോട് പറയും, സ്വർണ്ണേ ആ വരുന്നത് ഇന്ന ആളാണോ, ഒന്ന് ചിരിച്ച് കാട്ടണട്ടാ. കാരണം ഞാനിത് എൻ്റെ തലയിൽ വേറെ പല സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഈ വ്യക്തികളുടെ മുഖം, നാമരൂപാത്മക പ്രകൃതിനെ ആലോചിക്കില്ല. പക്ഷെ അത് ആലോചിക്കണം എന്നുള്ളത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ അത് ആലോചിക്കണം. എനിക്ക് ശരിക്കും അതില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ തലയിൽ നിൽക്കുന്നത്. അതായത് ഈ ആസ്ട്രോണമിയും ഈ സംഗീതവും അതും ഇതൊക്കെ തലയിൽ നിൽക്കണത് മറ്റേത് പോയതുകൊണ്ട്. അതാണ്, അത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല. അപ്പോൾ പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറയും, ആൾക്കാർ വരയ്ക്കും നീ ഭയങ്കര അഹങ്കാരമായിട്ടത്, നീ ഇങ്ങനെ ഒന്നും വരെ നോക്കാണ്ട് അവരെ കണ്ട് ഇന്ന ആൾ ഇന്ന നമ്മുടെ വീട്ടിൽ വന്ന ആളെയും കൂടി നിനക്കറിയില്ല.
മൂപ്പരുള്ളപ്പോൾ പിന്നെ അങ്ങനെ ഇതാക്കി നിർത്തും. കാരണം മൂപ്പര മറ്റേ സൈഡ് മൂപ്പര് നോക്കിക്കോളൂ. ഇതിപ്പോൾ എന്തുമില്ല, ഒറ്റയ്ക്കായപ്പോൾ ആരും ഒന്നും ഓർമ്മയില്ല. ബാലൻസിങ് ഉണ്ട് അവിടെ. ലൗകികമൊക്കെ മൂപ്പര് നോക്കിക്കോളൂ. ഇത് ഒരു വേറൊരു പ്ലെയിനിലാണ്. അത് എനിക്കറിയില്ല, അത് നല്ലതോ ചീത്തയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ തല ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അല്ലാണ്ട് ഇപ്പം ഞാൻ ഈ ഇവിടെ ഇത്രയും ഫ്ലാറ്റിൽ ഒരാളെ എനിക്കറിയില്ല. ഞാൻ ഇവിടെ താമസിക്കുന്നത് ആരും അറിയില്ല, അവരുടെ കാര്യങ്ങളും ചോദിക്കാറില്ല, ഒന്നുമില്ല. ഇവിടെ വന്ന് കാണുമ്പോൾ പോകുന്നല്ലാണ്ട് എനിക്ക് അപ്പം അത് അങ്ങനെ ഞാൻ അവരുടെ കാര്യം ശ്രദ്ധിക്കാൻ പോയാൽ എനിക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഞാൻ ഇല്ലല്ലോ. മനഃപൂർവ്വം ചെയ്യണമല്ലാട്ടത്. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്ത് രാവിലെ എണീറ്റ മുതൽ എനിക്ക് ഈ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക്, പിന്നെ എനിക്ക് വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഒരു തരം എന്താ പറയുക, തപസ് പോലെയാണ്. ആ, തപസ്യാന്ന് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര്. തപസ്യ ഞാൻ തന്നെയാണ് എനിക്ക്. ഇതാണ് അതാണ് ഈ ഓർഗനൈസേഷണൽ വർക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനി അങ്ങനെയുള്ളൊരു പ്രത്യേക തല മാത്രം, തല അങ്ങനെ അത് മറവി വന്നാൽ എന്താ അതും പോയില്ലേ. അപ്പോൾ മറവി വരുന്നതിൻ്റെ മുമ്പ് എല്ലാം എഴുതി വെച്ച് എല്ലാം പ്രിസർവ് ചെയ്യുക എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ടാണ്. ആ തല എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല എന്നെനിക്കറിയാം. സോ വർക്ക് ഞാൻ തന്നെത്താനും ചെയ്യണമല്ലേ, ആരും പറഞ്ഞിട്ട് ചെയ്യണമെന്നല്ല, സ്വയം ചെയ്യണമാണ്. ആരും പറഞ്ഞ് ചെയ്യാക്കൊട്ടും ഇഷ്ടമില്ല. സീ വാട്ട് ഐ ആം റൈറ്റിംഗ് ഇസ് ഗോഡ് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണതാണ് ഞാൻ ചെയ്യണം. അതിൻ്റെ ഇടയിലൊരു ഹ്യൂമൻ ഹാൻഡ് വന്നാൽ നന്നാവില്ല അല്ലേ? ഒരാൾ വന്നിട്ട് ഇപ്പോൾ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ ഇന്നത് എഴുതുക ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരാണ്ട് ചെയ്യും, പണ്ടുള്ള കവികളൊക്കെ. പിന്നെ അങ്ങനെ അല്ലാണ്ടായി. ഇപ്പോൾ കാളിദാസൻ്റെയൊക്കെ ഒറിജിനാലിറ്റി വിക്രമാദിത്യൻ പറഞ്ഞുകൊണ്ടുണ്ടായതല്ല. പിന്നെ ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനത് ഇതെന്ന് അത് അപ്പം അവരുടെ തേർഡ് റേറ്റ് പുസ്തകങ്ങളാണ് വരണത് മുഴുവൻ. ജസ്റ്റ് സീ ദ മലയാളം സെനറിയോ നൗ. ഞാൻ വേറെ ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല, ആൾക്കാരെ പറ്റി പറയുന്നില്ല. എന്ത് മോശമായ പുസ്തകങ്ങളാണ് വരുന്നത്. അപ്പം എൻ്റെ പുസ്തകം നല്ലതാണോ വലിയ ഉയർന്നതാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആശയപരമായിട്ട് നോക്കിയാൽ, ഐഡിയോളജിക്കലി നോക്കിയാൽ എൻ്റെ ഇതിൽ അങ്ങനെയുള്ള പഴുതുകളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അത് അവിടുന്ന് തരണം. ഒരാൾ പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്ക് വേണ്ടിയോ അല്ല, എല്ലാവർക്കും വേണ്ടി ഭഗവാൻ തരണം. സൂര്യൻ തരണ വെളിച്ചം മതിയില്ലേ അജ്ഞാനം. അതിനെ നമ്മൾ എന്തിനാ ഒരു എന്താ പറയുക മണ്ണെണ്ണ വിളക്കാക്കട്? ആ ഒരു വ്യത്യാസം ഉണ്ടാവും എന്തായാലും. ആവശ്യമുള്ളവർക്ക് ഇതിപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതിന് കാശുണ്ടാക്കാൻ വേണ്ടി ഒരാൾക്ക് ഇതിനെ പോയി എടുക്കാൻ പറ്റില്ല. ബിക്കോസ് കാശുണ്ടാക്കാനല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തത്. കാശുണ്ടാക്കാൻ എഴുതുന്ന ഒരാളുടെ സാധനമേ കാശുണ്ടാക്കാൻ അങ്ങനെയുള്ള പബ്ലിഷേഴ്സിന് ഉപയോഗപ്പെടും. അപ്പം അതിൽ കുറച്ച് മസാലയും വേറെ പലതും ആളുകൾക്ക് രുചിക്കുന്ന പലതും ഒക്കെ കയറ്റി വയ്ക്കും. എനിക്കതില്ല. ഞാൻ ആസ്ട്രോണമി എഴുതുമ്പോൾ ആസ്ട്രോണമി ഞാൻ എഴുതണം. പിന്നെ ഞാൻ അതിൻ്റെ ഇൻ്റർഡിസിപ്ലിനറി സ്ഥലം വരുമ്പോഴാണ് സംഗീതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ കാര്യം ഇത് ഇന്ത്യയുടെ ആസ്ട്രോണമി തന്നെയാണ്, ഇന്ത്യയുടെ കണക്ക് തന്നെയാണെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് ഇതേ കണക്ക് സംഗീതത്തിൽ, ഇന്ത്യൻ സംഗീതത്തിൽ, ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ലോകത്തിൻ്റെ ഒരു ഭാഗത്തും വേറെ ഇല്ല. അതുപോലെ ഇന്ത്യയുടെ വേദ ടെക്സ്റ്റിൽ അത് വേറെ എവിടെയില്ല. സോ അതിലിത് ഉപയോഗിക്കണം എന്നുള്ളത് ഇത് നമ്മുടെയാണ് തനിമ. അതാ ഞാൻ പറയുന്നത് ഇന്ത്യൻ എന്നല്ലാണ്ട് കേരള എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ദിസ് ഇസ് ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഒരു. അതുപോലെ ഈ ദശാംശവും പിന്നെ ഇത് ഇൻ്റഗ്രൽസും സംഖ്യകളും ഒക്കെ അറിയാതെ എങ്ങനെയാണ് 3500 കൊല്ലം മുമ്പ് ഒരു ഹരപ്പൻ സിറ്റി വാസ്തുവിദ്യ എങ്ങനെ പൊന്തി വന്നത്? വാസ്തു അറിയണമെങ്കിൽ ഈ കണക്കൊക്കെ അറിയണ്ടേ? എന്താ ടീച്ചയും സൈനും കോസും നമ്മളതിനൊക്കെ പറയാ. സൈൻ എന്നുള്ളതിന് ജീവ എന്നാണ് പറയാ, ഇംഗ്ലീഷിലല്ലേ സൈൻ. കോസൈൻ എന്നുള്ളതിന് നമ്മൾ കോടിച്ച. ഇപ്പം ജാവും കോടിജാവും ഒക്കെയാണ് നമ്മുടെ സംസ്കൃത ഭാഷ. അത് തന്നെ സാധനം തന്നെയാ. ഞാൻ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ഏർലി 90s ഞാൻ ഈ വരാഹമീരൻ്റെ പഞ്ചസിദ്ധാന്തിക ഫസ്റ്റ് കോപ്പി ഞാൻ ഇറക്കിയ സമയത്ത് അത് NPS ആയിരുന്നു അവരുടെ. അതിന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ പരമേശ്വർജി എനിക്കൊരു അവാർഡൊക്കെ തന്നിട്ടുണ്ട് ആ കാലത്ത്. ഈ സാധനത്തിന് ഇപ്പം ഈ പറയണ സാധനത്തിന് അതിപ്പോഴും അവർക്കത് മനസ്സിലായി. അവർ ബിക്കോസ് ദേ റീഡ് ഇറ്റ്.
ഇപ്പോൾ ഉള്ളവർക്ക് അത് അറിയാത്തത് അവർ വായിക്കണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? ഇപ്പം നമ്മുടെ മനസ്സിലായവരുണ്ട്, നല്ലോണം ഉണ്ട്. മാധവജിയും പരമേശ്വർജിയും ഒക്കെ എന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടത് ഈ ഒരു ജ്ഞാനത്തിൻ്റെ പേരിൽ മാത്രമാണ്, വേറെ ഒന്നുമല്ല. അവരൊരു രാഷ്ട്രീയവും അതിൽ വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. എനിക്കല്ലാതെ എന്ത് കിട്ടാനാണ് എനിക്ക് കുട്ടികളെ? അല്ല, സത്യം ഞാൻ ചോദിക്കാം. എനിക്ക് ഇതിങ്ങനെ എന്തോ ഭഗവാൻ തന്നൊരു ഒരു ഒരു ടാലൻറ്റ്, അത് കെടാതെ ഞാൻ സൂക്ഷിക്കണു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത് കെടാതെ സൂക്ഷിക്കാൻ ഒരുപാട് തപസ്സുകളുണ്ട് എനിക്ക്. ഇതിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തപസ്, അല്ലേ? ഇപ്പം ഇങ്ങനെയൊക്കെ 77 വയസ്സായില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഇനി വീഴും എന്നുള്ള പേടിയ ആ കാലം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സാധനം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. അതിപ്പോൾ എല്ലാവരും ചെയ്തോളണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഇത് വായിച്ചോളണം എന്നും പറയേണ്ട ആവശ്യമില്ല. ശങ്കര ഫിലോസഫിയുടെ ആണല്ലോ നമ്മൾ DC ബുക്സ് പ്രസ്ഥാനത്രയും അത് ചെയ്തുല്ലോ. ശങ്കര ഭാഷ്യം തന്നെയാണ് നടക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇന്ന് വിട്ട മാസം തോറുള്ള ഒരു ചർച്ച ഏതാണ്ട് നിശ്ചയിച്ചിരുന്നില്ല ആദ്യം. മാസം തോറും ഇതിപ്പോൾ ഞാൻ ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ അവരോട് കൊല്ലത്തിലൊരിക്കൽ അവർ ശങ്കര ദിനത്തിൽ ഒരു PhD സ്റ്റുഡൻറ്റിന് അവരെന്തോ കൊടുക്കുന്നുണ്ട്. അതെന്താ കൊടുക്കണത്, ഏതാ കൊടുക്കണം, ഞാനതിൽ പിന്നെ ഇടവില്ല. ആ കാശ് അവിടെ കൊടുത്തു, പുസ്തകങ്ങളും കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇത് അതായത് ഒരു ട്രസ്റ്റ് എൻ്റെ സ്വന്തം, അതിൽ ഈ ശങ്കര ദിനത്തിൽ ഞങ്ങളൊരു ചർച്ച നടത്താറുണ്ട്. അതുണ്ട്. പിന്നെ പുസ്തകങ്ങൾ തുടർ പരിപാടി എന്നുള്ള രീതിയിൽ എന്തോ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ലക്ഷ്മി ഒരിക്കലും ചെയ്യുന്നു. ഞാനതിന് ലക്ഷ്മിനെയാണ് ആക്ച്വലി ഞാൻ വേദാന്തത്തിൻ്റെ ഹെഡാക്കി വെച്ചിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. നടക്കണമെന്നുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അതിപ്പോൾ ലക്ഷ്മിക്ക് കൂടി സൗകര്യം കിട്ടണേ. ഞാൻ ഓരോന്നിനും ഓരോ ആൾക്കാർ മ്യൂസിക് തെറാപ്പിയുടെ സംഗതികൾ ഭുവനേശ്വരിയും അരുന്ധതിയൊക്കെ ഏൽപ്പിച്ചു. അത് പോയി, അത് കഴിഞ്ഞു, അതിൻ്റെ പണി കഴിഞ്ഞു, അതിൻ്റെ പുസ്തകവും വന്നു ഒക്കെ വന്നു. മ്യൂസിക് തെറാപ്പിയുടെ 6 പുസ്തകം പ്രസിദ്ധീകരിച്ചു. 6 ഞാൻ തന്നെ. അതെങ്ങനെ ഇത് മ്യൂസിക് തെറാപ്പി വളരെ പുതിയത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പഴയതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ഇന്ത്യയിലുള്ള ഒരാൾക്കും അറിയില്ല. ഈ മ്യൂസിഷ്യൻസൊക്കെ ഈ രാഗത്തിനത് ഈ രാഗത്തിനത് അതൊന്നുമല്ല അതിൻ്റെ ബേസിക് ആയുർവേദ, യോഗ, മ്യൂസിക്, ജ്യോതിഷം, ഇത് 4ഉം ഇൻ്റഗ്രേറ്റഡാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സാധനം ഡിവൈസ് ചെയ്യണമെങ്കിൽ ഇത് 4ഉം അറിയണം. അത് 4ഉം അറിഞ്ഞതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അതിനെ ഞാൻ മോഡേൺ മെഡിസിൻ്റെ ഡാറ്റ കൂടി ചേർത്ത് പ്രസൻറ്റബിളായിട്ട് 21-ാം നൂറ്റാണ്ടിൽ 22-ാം നൂറ്റാണ്ടിലും ചെയ്യാവുന്ന വിധത്തിൽ 6 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കി പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ തെളിവ് കാണിച്ചു കൊടുത്തു. നിരവധി സ്ഥലത്ത് തിരുവനന്തപുരം മുതൽ അങ്ങ് കണ്ണൂർ വരെ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പോയി ഇതിൻ്റെ എന്താ പറയുക ഒരു ചർച്ചകളല്ല, ശരിക്കും സെമിനാറുകൾ ഇതൊക്കെ നടത്തി. ഈ 72 മേളകർത്ത രാഗങ്ങൾ രചിച്ചു മലയാളത്തിൽ. അത് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി. അത് ഭുവനേശ്വരിയെ കൊണ്ട് പാടിപ്പിച്ചു. കുട്ടിയെ കൊണ്ട് നൊട്ടേഷൻ ഇട്ട് പാടണമല്ലോ, അത് ചെയ്യിപ്പിച്ചു. ഇത്രയും സാധനങ്ങൾ ചെയ്ത് ഇത്രയും ടെക്സ്റ്റ് ബുക്കും ചെയ്തിട്ടാണ് ഞാനതിൽ പറയണത്. അപ്പോൾ അത് വെറുതെ അങ്ങനെ ഒരു നമ്മുടെ അഭിപ്രായം പറയാനല്ല പറയുക, അത് ശരിക്കൊരു സ്റ്റഡിയാണ്. അതിൽ ഈ സാധനങ്ങൾ മുഴുവൻ ഇൻ്റഗ്രേറ്റഡാണ്, അസ്ട്രോണമി ഉൾപ്പെടെ എങ്ങനെയാണത് ചെയ്യണത്. ആ ബുക്കൊന്ന് നോക്കും, അത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ ഇംഗ്ലീഷുണ്ട്. അല്ല, അത് അമൃതയിലാണ് അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തത്. ഇത് മലയാളത്തിൽ വന്നത് പുസ്തകം. ഇത് DC ബുക്സ് എത്ര 7000 കോപ്പിയായിട്ട് പോയിട്ടുണ്ട്. 1000 കോപ്പി DC ബുക്സ് അടിച്ചു തന്നു. പിന്നെ ഞാനിത് ഓൺലൈനിട്ട് ഓൾമോസ്റ്റ് 7500ഓളം റീഡേഴ്സ് വന്നിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയ ബുക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിപ്പോൾ അത് വായിക്കേണ്ടവരല്ലേ വായിക്കുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ചില്ലേ ശങ്കരഭാഷ്യം, സുധാസിന്ധു എന്നുള്ള പേരിൽ 12 ഉപനിഷത്ത്, ബ്രഹ്മസിന്ധു എന്നുള്ള പേരിൽ ബ്രഹ്മസൂത്ര ഭാഷ്യം. പിന്നെ അത് രണ്ടും DC ചെയ്തു തന്നത്. ഈ പ്രധാനപ്പെട്ട 3 ബുക്കാണ് DC ചെയ്തിരിക്കുന്നത്. സുധാസിന്ധു, ഇത് എന്താണ്
ബ്രഹ്മസിന്ധു, നാദലയ സിന്ധു. പിന്നെ ഭഗവത്ഗീതയുടെ ഭാഷ്യം സൗവർണം എന്നുള്ള പേരിൽ അത് കുരുക്ഷേത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാര്യം അത്രയും വായനക്കാരുണ്ടായിട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ DC-യുടെ ബുക്സിന് നല്ല വായനക്കാരുണ്ടായിട്ടുണ്ട്. മറ്റേത് അവരെ ചെയ്തിട്ടില്ലേ ഒന്നും ഉണ്ടാക്കി നല്ലാണ്ട് വലിയൊരു ഇത് പോയിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു 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 ഫേമസ് ആയോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാര്യം അറിയില്ല. കാരണം ഫീഡ്ബാക്ക് ഇല്ലല്ലോ. ഇവർ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ഇവർ പറയുമല്ലോ. നമ്മൾ അപ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇത് എത്രത്തോളം ഇത് വിജയിച്ചു. ഇപ്പൊ ഇത് അതിന്റെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടില്ലെങ്കിലും അവിടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇത് അവിടെ എവിടെ? അമൃതയില്? അതറിയില്ല. ഞാൻ ഇത് നോക്കൂ, ഈ വക സ്ഥലങ്ങൾ അതിനിപ്പോൾ ഗവൺമെൻറ് ഇതായാലും പ്രൈവറ്റ് ആയാലും നമ്മൾ അവിടെ നിന്ന് വിട്ടുപോയാൽ നമുക്ക് അവിടെയായിട്ട് ബന്ധം ഉണ്ടാവില്ല. പിന്നെ അവർ ചെയ്യണ്ടോ ഇല്ലയോ എന്ന് അവരുടെ അതിൽ നിശ്ചയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലേ ചെയ്യും. അതിന് ഉള്ള ഞാനേതായാലും പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു 5 കുട്ടികളെ ഫാക്കൽറ്റി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി PhD എടുത്തിട്ടുണ്ട് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ബേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് PhD വരെ ഫാക്കൽറ്റി ഉണ്ട്. ആ ഫാക്കൽറ്റീനെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ എംപ്ലോയ് ചെയ്താലല്ലേ ബാക്കി നടക്കൂ. അതിവിടെ ആരാണ് അവരെ നോക്കണം? അതാണ് അവരും എടുക്കാൻ പഠിക്കണതേ. ഇപ്പോൾ ഈ 5 കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടി PhD ഓൾറെഡി എടുത്തു. രണ്ടാമത്തെ കുട്ടി PhD കലാമണ്ഡലത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ കുട്ടി എടുക്കും. അതിപ്പോൾ നമ്മൾ വിട്ടു. പക്ഷേ അതിനൊക്കെ ഞാനെപ്പോഴും അങ്ങനെ ഇത് സമൂഹത്തിന് കൊടുക്കല്ലാണ്ട് നമ്മളിതിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? വേറെ ഒന്നിലേക്ക് പോകാൻ പറ്റുമോ? ഇതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നാൽ ഞാൻ എൻ്റെ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരെ ത്യജിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ചെയ്യാൻ. അപ്പം പിന്നെ ഇതിനെ കൊത്തിപ്പിടിച്ച് തൂങ്ങാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു എല്ലാം ഇട്ട് വെച്ചു, ഒരു റെയിലിട്ടു. ഇനി നിങ്ങൾ തീവണ്ടി ഓടിക്കുകയാണെങ്കിൽ ഓടിച്ചോ, ഇല്ലെങ്കിൽ ഓടിക്കണ്ട അവിടെ കേട്ടോ. അതേ എനിക്കുള്ളൂ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ആരെ എങ്ങനെ എത്തിച്ചു എനിക്കറിയില്ല. ഞാൻ ഇംഗ്ലീഷിലും ഇതൊക്കെ ബുക്ക് അത് ന്യൂഡൽഹിയിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണോ അതോ ഇനി അമൃതയിൽ നിന്ന് ആരെങ്കിലും പോയി പറഞ്ഞിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 2019 ഞാൻ പറഞ്ഞ അതേ ഇതുമാതിരി അവർ അംഗീകരിച്ചിട്ടുണ്ട് മ്യൂസിക് തെറാപ്പി MBBS-ന് പാഠ്യ വിഷയമാക്കണം എന്ന്. 2019 നമ്മുടെ ഈ ഗവൺമെൻറ്, ഞാനത് പറഞ്ഞ ഈ ഗവൺമെൻറ് എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഐ നോ ദാറ്റ്. ബിക്കോസ് ഇത് ഇങ്ങനെ ഒരു പുതിയ സാധനം ആരായാലും ശരി ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നത് ഇന്ന ആവശ്യത്തിനാണ്. ഇത് രാജ്യത്തിൻ്റെ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ മെഡിക്കൽ സൈഡിൽ അത്യാവശ്യമാണ്. ഞാൻ ആ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റഗ്രേറ്റ് മ്യൂസിക് തെറാപ്പി വിത്ത് ഓൾ ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് യോഗ, ആയുർവേദ, എല്ലാ മെഡിസിൻ, അങ്ങനെയുള്ളൊരു സാധനമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ദേഹം ഓർഡർ വന്നു 2019. എന്നിട്ട് അപ്പം ഞാൻ അന്ന് ബോംബെക്ക് പോവുക. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലത്തെ എന്നെ വിളിച്ചു ആ പ്രിൻസിപ്പാൾ, ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കും. അപ്പം ഞാൻ ബോംബെയിലേക്ക് പോയി ബുക്ക് ചെയ്തു. കാരണം ആ കോവിഡ് സമയത്ത് പോയിട്ട് പിന്നെ ഞാൻ വന്നില്ലല്ലോ. അതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും വെച്ച് അവർ ക്ലാസ് എടുത്തോ ഇല്ലയോ. അതാ ക്ലാസ് എടുത്ത് തുടങ്ങി ഡോക്ടർമാരുടെ ഇത് ഒരു ഓർഡർ വന്നാലേ അവർ ചെയ്യും. അത് ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെൻറ്. എനിവേ പഠിപ്പിക്കാൻ ആളില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടാവും പാവങ്ങൾ. ഇത് കൈ കെട്ടിയ കുറുക്കന് മുഴുവൻ തേക്കാൻ കിട്ടിയത്. എന്തായാലും അത്രയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൽ ഞാൻ വേറൊന്ന്, ഈ മെഡിക്കൽ സ്റ്റുഡൻസ്, ഇപ്പോഴത്തെ മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ പഠിപ്പിക്കണ വിധം അങ്ങനെ ആയതുകൊണ്ട് അവരുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബേസ്ഡാണ് അവരുടെ മെഡിസിൻ. നമുക്കൊരു ഫാമിലി ബേസ്ഡ്, വില്ലേജ് ബേസ്ഡ് എല്ലായിടത്തും എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത് കൊടുത്തതൊക്കെ ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒക്കെ ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കുട്ടികൾ സ്റ്റുഡൻസ് വരുന്ന സമയത്ത് അവർ നമ്മൾ ചെറിയ ബാച്ചായി തിരിച്ചിട്ട് ഒരു ഗുരുകുലം പോലെ എല്ലാവർക്കും 200 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അവരെ 25 8 ഗ്രൂപ്പാക്കാലോ. ഈ 8 ഗ്രൂപ്പിനും 8 ആളല്ലേ വേണ്ടൂ ഗുരു. ഇതിൽ താല്പര്യമുള്ള ഒരു 8 ഡോക്ടർമാരെ അവരെല്ലാം വയ്ക്കുക. അപ്പോൾ കുറച്ചൊന്നും അങ്ങനെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് കൊടുക്കുക. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മറ്റേ പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക്. അവരുടെ കീഴിൽ ഈ ഗ്രൂപ്പിന് അലോട്ട്മെൻറ്റ് കൊടുക്കുക. ഇവിടെ ഞാൻ അമൃത
ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ദത്തെടുക്കുക. അതായത് ഒരു മെഡിക്കൽ കോളേജ് ഒരു ഗ്രാമത്തിനെ ദത്തെടുക്കുക, ഹെൽത്ത് ഗ്രാമം. ഇത് ഞാൻ കോഴിക്കോട് ഇരിക്കുന്ന സമയത്ത് പണ്ട് അവിടുത്തെ മേയർ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു എന്താ പറയുക ആരോഗ്യഗ്രാമം എന്നുള്ള പേരിൽ എഴുതി കൊടുത്തതാണ്. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ അവർക്ക് പറ്റില്ല. അവരെന്നെ പിന്നെ മനസ്സിലാക്കിയത് ഒരു കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിക്കോ അത് ചെയ്യാൻ പറ്റില്ല. ദർ ഷുഡ് ബി സപ്പോർട്ട് ഫ്രം ദ മെഡിക്കൽ സൈഡ്. ഒരു മെഡിക്കൽ കോളേജിനെ കൊണ്ട് കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ സാധ്യമല്ല. അതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതേ പ്രോഗ്രാം അമൃതയിൽ വന്നപ്പോൾ വെച്ചത്. എനിക്ക് മെഡിക്കൽ കോളേജിൽ നമുക്ക് പറ്റില്ല, അത് ഗവൺമെൻറ്റിൻ്റെ സാധനമല്ലേ. അമൃതയിൽ വെച്ച് കൊടുത്തു ഞാനത്. പിന്നെ അത് എങ്ങനെയും അമൃതക്കാർ ചെയ്യണം എൻ്റെ മുമ്പ് ഇത് കേട്ടറിഞ്ഞിട്ട്. കാരണം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വഴി ഈ ട്രെയിനിങ് കൊടുത്തത് അമലയിലാണ് ഞാൻ കൊടുത്തത്. അമല തൃശ്ശൂർ. അവർ ദത്തെടുത്തു. അവർ 5-8 ഗ്രാമങ്ങൾ ദത്തെടുത്ത് അവർ ചെയ്യാൻ തുടങ്ങി. ഇവരാണോ ആര് പറഞ്ഞിട്ടോ എങ്ങനെ പറഞ്ഞിട്ടോ അതോ പുസ്തകം വായിച്ചിട്ടോ ഒന്നും അറിയില്ല. അതിനെയും 2021 സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. കുട്ടികളെ ഇതിന് മുതൽ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. ഫാമിലി മെഡിസിൻ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് മുതലും ഗ്രാമങ്ങളെ ഹെൽത്ത് വില്ലേജസ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക. അത് പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ കീഴിൽ അതവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത വർക്ക് എൻ്റെ പേരിൽ വേണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ആരുടെയോ പേരിൽ അവർ ചെയ്തിട്ടുണ്ടല്ലോ. ഐ ആം വെരി ഹാപ്പി. കാരണം ഇറ്റ് ഈസ് ഫോർ ദ കൺട്രി ദാറ്റ് ഐ ഹാവ് ഡൺ. അല്ലാണ്ട് എനിക്ക് വേണ്ടിയല്ല. ഇത് പറഞ്ഞാൽ എല്ലാവരും വയ്ക്കും ഡോക്ടറുടെ പേരെവിടെ, എൻ്റെ പേരെന്തേലും ഞാൻ എൻ്റെ പേര് മുദ്ര വയ്ക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. അവരിത് കണ്ടിട്ട് ഇതൊരു നല്ല പ്രോഗ്രാമാണെന്ന് പറഞ്ഞ് അവരെടുത്തല്ലോ. അത് തന്നെ എനിക്ക് ധാരാളം. അല്ലാണ്ട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ തലയിൽ ഈ മുദ്രയും കൊണ്ടല്ല പോകും. എന്തായാലും നാട്ടിന് നല്ല സാധനങ്ങൾ നമ്മൾ ചെയ്യാതൊരു പൗരൻ്റെ ധർമ്മമാണ്. ഞാനത് അനുഷ്ഠിച്ചു. അത്രയും ഇപ്പം അതിലുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ എനിക്ക് കുട്ടി വിളിച്ച് പറഞ്ഞു ഇന്നിപ്പം അങ്ങനെ നിങ്ങൾ വിളിച്ച് ആദരിക്കുകയൊന്നും വേണ്ട. കാരണം ഞാനിത് എനിക്കൊരു ഡ്യൂട്ടി ചെയ്ത പോലെ തോന്നുന്നുള്ളൂ. ഞാനൊരു മെഡിക്കൽ ടീച്ചറായിട്ട് ഇത്രയും കാലം ഇരുന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിനും ആ കുട്ടികൾക്കും വേണ്ടി ഇങ്ങനെയെങ്കിലും ഒരു ചെറുത് ചെയ്യണ്ടേ ലോകത്തിന് വേണ്ടിയിട്ട്. അവർ പറയുന്നുണ്ട് വരാൻ. ശരി, ആയിക്കോട്ടെ. അല്ല ഞാൻ പറയാം, ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യം വരുന്നതേ. ആ പുസ്തകത്തിനേക്കാളെ അതിൻ്റെ പിന്നിൽ വേറെ ചില ആദർശങ്ങളുണ്ട് എനിക്ക്. ഒരു ബുക്ക് എന്നുള്ളതല്ല. ബുക്ക് എഴുതാൻ എത്ര ചവറ് പോലെ ബുക്ക് വരുന്നുണ്ട്. അതല്ല എൻ്റെ ബുക്ക്. അതാ പറഞ്ഞത്, അത് വ്യത്യാസം എന്താ ബുക്ക്. നമ്മൾ ആരെയായിട്ടും താരതമ്യപ്പെടുത്തി പറയല്ല. പക്ഷെ ഞാൻ പറയാം, എൻ്റെ ബുക്ക് അങ്ങനെയല്ലാന്ന് എനിക്കറിയാം. അത് ആ വിഷയങ്ങളിൽ താല്പര്യമുള്ള അങ്ങനെയുള്ള ബുക്കുകൾ അപ്പം അനേകമില്ല. 270 മറ്റേ. അല്ല എല്ലാവരും അങ്ങനത്തെ അല്ല. പോയട്രി ഒക്കെ ഉണ്ടല്ലോ, അത് പോട്ടെ, അതുണ്ടാവും കൂട്ടത്തിൽ. ബട്ട് മെജോറിറ്റി ഇങ്ങനത്തെയാണ്. ഇപ്പോൾ പ്രസ്ഥാനത്രയം നേരത്തെ പറഞ്ഞു. പിന്നെ ഈ മ്യൂസിക് തെറാപ്പിയുടെ ബുക്സ്, ആസ്ട്രോണമിയുടെ ബുക്സ്, ഹിസ്റ്ററി ബുക്സ്. നമ്മുടെ വലിയ പ്രശ്നം ഇതാ. ഇപ്പോൾ ഈ ശങ്കര ഫിലോസഫിയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ട് പോലും അത് മനസ്സുകളിൽ. ഞാനൊരു കാര്യം ചോദിച്ചു, ഈ ശങ്കരാചാര്യരെയൊക്കെ കാലാകാലമായിട്ട് ആരാ പഠിപ്പിക്കുന്നത്? കുറേ സന്യാസിമാർ അല്ലേ? മറ്റവരുടെയൊക്കെ വിചാരം എന്താ? ബുദ്ധിമാന്മാരുടെ വിചാരം എന്താ? ശങ്കരാചാര്യരോ അന്ധവിശ്വാസിയാണ്. ഈ രണ്ട് തലക്കിൽ നിന്നിട്ട് നമ്മൾ നോക്കണം. ഒരു കൂട്ടർ സന്യാസിമാർ അത് ശങ്കരനെ മുഴുവൻ ആധ്യാത്മികം മാത്രമായിട്ട് കാണും. സയൻസിൻ്റെ ഒരു പൊടി തരി അവരതിൽ കാണില്ല. ഇവരെ വെറും ഒരു അന്ധവിശ്വാസം. ഇത് രണ്ടും അല്ല ശങ്കരൻ. അത് മനസ്സിലാവണമെങ്കിൽ ശങ്കരൻ്റെ ഭാഷ്യം തന്നെ പഠിക്കണം. അല്ലാണ്ട് അതിൻ്റെ മലയാളം കുത്തിയിരുന്ന് വലിച്ചിട്ട് കാര്യമില്ല. ഞാനതുകൊണ്ട് ഈ കഷ്ടപ്പെട്ടിട്ട് ഈ ശങ്കരഭാഷ്യം മുഴുവൻ ശങ്കരഭാഷ്യം വായിക്കാനൊരു ഭാഗ്യം കിട്ടുക അതിനേക്കാളും വലിയൊരു എന്താ അറിയോ, എന്നെപ്പോലത്തെ ഒരാൾ ജീവിതകാലം മുഴുവനും ഒരു സന്യാസിയുടെ ആശ്രമത്തിലോ ഒരു ആശ്രമത്തിലോ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയുടെ ഇതിലോ പെടാതെ സ്വന്തമായ എഫർട്ട് കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീട്ടിലിരുന്നു
ചെറിയ വീട്ടിൽ തന്നെയാണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മകനും മാത്രമുള്ളൊരു ചെറിയ വീട്ടിൽ എല്ലാ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടയിലിരുന്ന് പകൽ ഇത് പഠിച്ചുണ്ടാക്കണമെങ്കിൽ എത്ര മെനക്കെട്ടുണ്ടാവണം എന്ന് ആലോചിക്കണം. ആ ഇഫർട്ട് ആലോചിക്കണം. സമയമില്ല. രാവിലെ കോളേജിൽ പോയി കഴിഞ്ഞാൽ 8-8:30 മണിയാകുമ്പോഴേക്കും മകനെയും സ്കൂളിലേക്ക് അയച്ച് ഞാനും കോളേജിൽ പോയി 5 മണിക്ക് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരണേ. കുട്ടിക്ക് പഠിപ്പിക്കാനുണ്ടാവും. ആ കുട്ടീനെ പഠിപ്പിച്ച് അവനൊരു 9 മണിയാകുമ്പോഴേക്കും അവന് ചോറൊക്കെ കൊടുത്ത് അവനെ ഉറക്കി എന്നിട്ടാണ് എൻ്റെ വായന എഴുത്തും. ആഫ്റ്റർ 9:30 ഇനി രാവിലെ ഒരു എത്ര നേരം വളരെ കുറച്ചേ ഉറക്കമുള്ളൂ ആ കാലത്ത് ഇട്ട. അപ്പോഴല്ല, അപ്പം ആകെ ഉറക്കാം. ഇപ്പം ഫുൾ ഉറക്കമാണ്. അന്ന് ഉറക്കല്ല. ഇത് വായിച്ചിട്ടാക്കണ്ടേ, ഇത് എഴുതിണ്ടാക്കണ്ടേ. വായിക്കുമ്പോൾ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ വിട്ടുപോകും. അതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ കുറിച്ച് വെച്ച് അങ്ങനെ എത്ര വർഷം എഴുതിയ വർക്കുകളാണ് അതൊക്കെ. ആ ഓരോ നിമിഷം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അതില്ലേ പറയാൻ പറ്റും. അത് ആസ്വദിച്ച് അതേസമയം ഇഫർട്ട് എടുത്ത് ഞാൻ ചെയ്ത വർക്കാണ് അത്. അതെനിക്ക് എൻ്റെ ജീവൻ തന്നെയാണ്. അപ്പം എന്നോടൊരു ആത്മകഥ എഴുതാൻ പറഞ്ഞു. എൻ്റെ ആത്മകഥ ഈ സാധനമാണ്. അല്ലാതെ വേറെ ആൾക്കാരൊന്നും എനിക്ക് പരിചയമില്ല, ഒരാളേക്ക് അറിയില്ല. അതിപ്പോഴും അങ്ങനെ ചെയ്യത്. ബിക്കോസ് ഓഫ് ദാറ്റ് ആ ഒരു ലൈനിലാണ് പോയത്. ആളുകളെ അറിയേണ്ടത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പറയും ചില രാഷ്ട്രീയക്കാർ അവരുടെ കൂടെ പോയാൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ പറയും ഞാൻ എനിക്ക് ഒരു രാഷ്ട്രീയമില്ല. ഞാൻ എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്. അച്ഛൻ പഴയ കോൺഗ്രസ്, ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ല. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കോൺഗ്രസിൻ്റെ പിൻബലത്തിലാണ് ഞാൻ രാഷ്ട്രീയത്തിനെ ഞാൻ കണ്ടത്. ഗാന്ധിജി, നെഹ്റു എന്നുള്ള രീതിയിലാണ്. അച്ഛൻ്റെ ഒരു അച്ഛൻ കാമരാജ് കോൺഗ്രസ്, വീട്ടിൽ കാമരാജൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലുള്ളൊരു രാഷ്ട്രീയം, ജനങ്ങളെ സേവിക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു. അല്ലാണ്ട് ആ കാലത്ത് ഈ പണം ഉണ്ടാക്കണ കോൺഗ്രസ് അല്ല ആ കാലത്ത്. അപ്പം ഞാൻ അതിൻ്റെ തെളിവ് എന്താ? എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൊടുത്ത ഭൂമിയും ഇതുമല്ലാതെ എന്തെങ്കിലും 1/2 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ. അത് വിറ്റേ ഇത്രയേ ഉള്ളൂ. ശങ്കരനാരായണ അദ്ദേഹം അച്ഛൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നു. അത് ചെറുപ്പമാണ് അദ്ദേഹം, ശങ്കരനാരായണൻ ചെറുപ്പാണ്. അദ്ദേഹം അച്ഛൻ്റെ ശതാഭിഷേകത്തിന് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആകെയുള്ളൊരു ആശ്രയം KG ആണ്. എന്താ വെച്ചാൽ DCC ഓഫീസിൽ 10 പൈസ ഉണ്ടാവില്ല അടുത്ത പ്രവർത്തനം ചെയ്യാൻ. ആ സമയത്ത് ആരും ഒന്നും പറയാതെ തന്നെ ഏതെങ്കിലും ഒരു ഭൂമി സ്ഥലമൊക്കെ വിറ്റിട്ട് പോക്കറ്റ് നിറച്ച് കാശുമായിട്ട് KG വരും, ഞങ്ങൾക്ക് തരും. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അച്ഛനൊക്കെ പ്രവർത്തിച്ചിരുന്നു. ആ കോൺഗ്രസ് അല്ല. അപ്പം എനിക്ക് അച്ഛനാൽ കഴിയുന്ന വിധം ചെറിയ ഗ്രാമമാണെങ്കിലും, സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നേരിനാടും പൊന്നൂർ അച്ഛൻ പക്ഷെ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളാണ് അച്ഛൻ്റെ കേന്ദ്രം. ആ സ്ഥലങ്ങളിൽ ഉള്ള ഈ ഗുരുവായൂരൊക്കെ എത്ര പ്രാവശ്യം അച്ഛൻ്റെ കൂടെ ഞങ്ങൾക്ക് ചെറിയ കുട്ടികള കാറിലെടുത്തിടും പിള്ളേരെയൊക്കെ കൊണ്ടുപോകും. പോകുമ്പോൾ അച്ഛൻ എല്ലാവരെയും കൊണ്ടുപോകും. ഞങ്ങൾക്ക് സന്തോഷം ഓരോ സ്ഥലത്ത് കാണിക്കും. അപ്പം അവിടെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പം രാജ്യത്തിന് സേവിക്കലാണ് രാഷ്ട്രീയം എന്നുള്ളൊരു ഇതെൻ്റെ ഉള്ളിലുണ്ട് അന്ന് തന്നെ. അല്ലാണ്ട് മാന്തലല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് മാന്തിയെടുക്കല. അതെനിക്ക് അച്ഛൻ അത് പഠിപ്പിച്ചിരുന്നുണ്ട്. അമ്മയും അതെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് അങ്കണവാടികളാണെങ്കിലും ഇങ്ങനെ സ്ത്രീകൾക്കുള്ളത് ക്ലാസ്സുകൾ, സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താനുള്ളത്, അങ്ങനത്തെയൊക്കെ അമ്മയും ചെയ്യും. വയോജന പെൻഷനുകൾ, അതിനൊക്കെ ഞങ്ങൾ കുട്ടികളാണ് പേരൊക്കെ എഴുതി കൊടുക്കുക. ഞങ്ങൾ കടപ്പുറത്തൊക്കെ പോയി വയസ്സന്മാരെ കണ്ടുപിടിക്കുക, എഴുതി കൊടുക്കുക. അപ്പം ഞങ്ങൾ അതിലൊക്കെ കുട്ടികളാകുമ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഏകദേശ രൂപം അതിനെപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ എന്ന് പറയില്ല. ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും സാമൂഹ്യ സേവനത്തിൻ്റെ ഒരു രൂപം അത് കിട്ടിയിട്ടുണ്ട്. ഗാന്ധി ഇഷ്ടമായിരുന്നു അവർക്ക്, ഗാന്ധിയാണ് അവരുടെ എല്ലാം. അത് അമ്മാവനും അങ്ങനെയായിരുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയം എനിക്ക് പിടിക്കുള്ളൂ. അല്ലാണ്ട് വെറുതെ സ്റ്റേജിൽ ചെന്ന് മയക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അയ്യോ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിനോട് എനിക്കിഷ്ടം. അയാൾ കുറേ എന്തൊക്കെ ചെയ്യണുണ്ട്, ആർക്കൊക്കെയോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. പാവം ഒരു കാര്യമില്ല. എൻ്റെ അച്ഛനെയൊക്കെ തഴഞ്ഞമാരിയൊക്കെ തഴഞ്ഞു പോകും. ബാക്കി അറിയില്ല അതിൻ്റെ ബാക്കി എന്താകും. ഇത് നമ്മൾ ചെയ്യണത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണ ആരും കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നും വിചാരിക്കും. ആ നല്ല ഒരു മനസ്ഥിതിനെ കാണുക എന്നുള്ളത് തന്നെ വലിയ കാര്യം.
പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതായിരുന്നു, ഒരു ബുദ്ധിയില്ലാതൊന്നും ചെയ്യില്ല. അപ്പൊ എന്റെ അച്ഛന് ബുദ്ധിയില്ലാഞ്ഞിട്ടാ ഞാൻ ഇപ്പൊ ബുദ്ധിയില്ലാഞ്ഞിട്ടാ അത് ചെയ്യണത്. എനിക്ക് അച്ഛന് ബുദ്ധിട്ട് എല്ലാരേക്കാളും ബുദ്ധിട്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണത്. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ അതൊന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല. ആളുകൾ നല്ല മനസ്സുള്ളവര് നല്ലത് ചെയ്യും. അതൊന്നും ജയിച്ചിട്ടുണ്ടാ മതി പാവം, അത്രേ ഉള്ളൂ. തിന്മ അത് ഇപ്പോഴത്തെ ഒരു അതാ ഞാൻ പറഞ്ഞു വാല്യൂ ബേസ്ഡ്. ഞങ്ങളൊരു കാര്യം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഈ തപസ്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നടന്നു പോകുന്നുണ്ടല്ലോ. ഞാൻ അതിൽ 90s മുതൽ വന്ന് പ്രസംഗിച്ചു. എന്താ ചെയ്യണോ തപസ്സിന്റെ കൂടെ അക്കിത്തത്തിന്റെ മുമ്പേണ്ട് ഞാൻ 90s ഏർലി 90s. ഞാൻ അന്ന് മുതലേ നിങ്ങളുടെ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. അതെ, ഞാനൊരു 90s മുതലേ. ഞാനിപ്പോ ചേച്ചി എന്ന് പറയുമ്പോ ഒക്കെ അക്കിത്തം വന്നിരുന്ന് നമ്മളോട് സംസാരിക്കുന്നതിന്റെ കാരണം മാനസികാവസ്ഥയിലാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം നമ്മളോട് അദ്ദേഹം വ്യാപരിക്കുന്ന ആ മേഖലയായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സ് നിറച്ച്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെ വന്ന് പറയും. ഒരു അദ്ദേഹത്തിന്റെ അനുഭവം നമ്മുടെ തപസ്യ പ്രവർത്തനം നമ്മുടെ തപസ്യ ഒരു പ്രസ്ഥാനത്തിൽ വന്നുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ഒപ്പമൊക്കെ നിൽക്കുന്നതിന് അദ്ദേഹത്തിന് കിട്ടേണ്ട അംഗീകാരം ചെറുതൊന്നായിരുന്നില്ല. അവസാന കാലത്ത് കുറച്ച് അല്ല, അക്കിത്തത്തിന് എല്ലാവർക്കും ആദ്യം ഇഷ്ടമല്ലേ. ഞങ്ങളെ കുട്ടിക്കാലത്ത് തന്നെ വായിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഈ വലിയ രാഷ്ട്രീയത്തിന്റെ പുറകെ ഒപ്പം നിന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയത്. പക്ഷെ അങ്ങനെ നിന്നില്ല. അദ്ദേഹം ഒരു ആഗ്രഹിക്കുന്ന ഒരു നല്ല ശുദ്ധമായ സാഹിത്യ സംഘടനയോടൊപ്പം നിൽക്കണമെന്ന് കരുതി തപസ്യയുടെ കൂടെ നിൽക്കുകയാണ് ഇതൊക്കെ. അപ്പൊ ഈ ചേച്ചി ഞങ്ങള് പിന്നെ വന്ന ചേച്ചിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ചേച്ചിയുടെ ഈ തപസ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു വർഷം തപസ്യയുടെ കൂടെ നിൽക്കാമെന്ന് അറിയാൻ ഞാൻ ഇത്രയും കൊല്ലം കൂടെ അങ്ങനെ തന്നെ കരുതിയാൽ മതി.